തൊടുകൈക്ക് കാര്യം പറയാം. രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് വേർപാടും വിശുദ്ധിയും കാത്ത് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ആ വിചാരം പറ്റുകയില്ല. അതുകൊണ്ട് ആരേലും വന്ന് പറയാ അവര് ചെയ്തിട്ടുണ്ട്, ഇവര് ചെയ്തിട്ടുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നീ കിടന്ന് ചാടരുത്. മര്യാദയ്ക്ക് ഇരുന്നോണം. പിന്നെ പെണ്ണുങ്ങളെ തുള്ളിക്കാനായിട്ട് കുറെ എണ്ണം അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുമുണ്ട്. ആണ്ട് വരുന്ന തേ വരുന്നെന്നും പറഞ്ഞ് നിങ്ങളെ ഇളക്കും, കയറി ഇളകരുത്. രണ്ടു വശവും നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കും. ദൈവം അനുവദിച്ചാൽ വൈകിട്ടും നമുക്ക് ദൈവവചനം ധ്യാനിക്കണം. പകലത്തെ ഒന്ന് നോക്കട്ടെ. മക്കള് ഇച്ചിരൂടെ പുറകോട്ടിറങ്ങിയിരിക്കുന്നു. സഹോദരി കസാരയിലോട്ട് വരുന്നു. വേണേ നിങ്ങൾ കസാരയിലോട്ടിരിക്കുന്ന ഇരുന്നു, കുഴപ്പമില്ല. ഇന്നത്തേക്ക് എൻ്റെ അവിടോട്ട് വേണമല്ലോ, അങ്ങോട്ട് ഇരുന്നു. നമ്മുടെ സഹോദരന്മാരല്ലോ, അങ്ങോട്ടിരുന്നു. മക്കൾ നിങ്ങൾ കസാര ഇരിക്കുന്നു, ഇരുന്നു. എനിക്ക് അപ്പോൾ നടക്കുകയും ചെയ്യാം. അതിനാ മക്കളും ഇരുന്നു. ഇന്നത്തേക്ക് നിങ്ങൾക്ക് പ്രമോഷൻ തരിക. എടി കസാര ചെന്നിരിക്കാൻ. അവിടെ ബാഗ് വല്ലാണ്ട് പെട്ടെന്ന് ഓടിച്ചല്ലോ. ഇന്നത്തേക്ക് വരും. മിടുക്കി. അപ്പൊ എനിക്ക് ഇങ്ങോട്ടൊന്ന് നിൽക്കുകയും ചെയ്യാം. സ്തോത്രം. വൈകിട്ട് ആള് കൂടുകയാണെങ്കിൽ താഴെ ഇരുത്തും. രാവിലെ ഞങ്ങൾ ഇവിടെ ആയിരുന്നെന്ന് പറഞ്ഞ് കയറിയിരിക്കരുത്. പിന്നെ നിനക്ക് തന്നെ ആ കസാലോട്ട് നേരെ പുറകോട്ട്. അവിടോട്ട് ആട്ടെ. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ് ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചിരിക്കുന്നത്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. വളരെ ക്ലിയർ ആയിട്ടാണ് എഴുതിയേക്കുന്നത്. ഈ ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവിയ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം, ഇതിന് സാധാരണ പൊതുവിൽ പറയുന്ന ഒരു പേരുണ്ട്. ഈ 5 പുസ്തകത്തിനും കൂടെ സാധാരണ മലയാളികള് പൊതുവിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്തുവാ? പഞ്ചഗ്രന്ഥം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊക്കെ അതിനെ പറ്റി ഒരു ധാരണയുണ്ടോന്ന് അറിയാനായി ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ്ട് ധാരണയുണ്ട്. പഞ്ചഗ്രന്ഥം. പഞ്ചഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചോദിക്കുന്നവര് പറഞ്ഞാൽ മതി. എല്ലാവർക്കും ഞാൻ ചോദ്യം തരുന്നുണ്ട്. 5 ഗ്രന്ഥം. 5 ഗ്രന്ഥം ഏതൊക്കെയാ? ഉറക്കെ പറഞ്ഞു. എന്നാലും ഒപ്പിച്ച് വരുന്നുണ്ട്. മോള് പറഞ്ഞേ. ഉറക്കെ പറ. അവിടെ തൊണ്ടയൊക്കെ ക്ലിയർ ആകുന്ന പറയാൻ. പറഞ്ഞു. വർത്തം. ആട്ടെ. നിങ്ങൾ CSI വല്ലതും വന്നാന്നോ? മാർത്തോമായ അതോ പെന്തിക്കോസിലാന്നോ? സാൽവേഷനാണ്. എന്നാലും കുഴപ്പമില്ല. പെന്തിക്കോസുകാരെക്കാളും മുന്നമേ സുവിശേഷം അറിയിക്കാൻ തുടങ്ങിയത് സാൽവേഷൻ ആർമിക്കാരാ. പിന്നെ പൂർണ്ണമായിട്ട് അറിയിച്ചില്ലെന്നേ ഉള്ളൂ. അവർ നന്നായിട്ട് പ്രവർത്തിച്ചവരാ. CMS, സാൽവേഷൻ അവർ വഴിയൊരുക്കി തന്നു. നമ്മളപ്പോൾ അതിൻ്റെ വഴി കൂടെ കയറി കൃത്യം വഴി പറയുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ 5 പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവിയ പുസ്തകം, സംഖ്യാ പുസ്തകം,
ആവർത്തന പുസ്തകം. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം സകലത്തിന്റെ ഉൽപ്പത്തിയാണ്. ലോകോൽപത്തി, മനുഷ്യോൽപത്തി, പ്രപഞ്ചോൽപത്തി, ജലോൽപത്തി, മൃഗോൽപത്തി, എല്ലാത്തിന്റെ ഉൽപ്പത്തി. അതുകൊണ്ടാണ് ഇതിന് ഉൽപ്പത്തി എന്ന പേരും കൊടുത്തിരിക്കുന്നത്. 2 പുറപ്പാട് പുസ്തകം. ആ പദം കേൾക്കുമ്പോൾ അറിയാം, പുറപ്പാട എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ പുറപ്പാട്. എവിടെ നിന്ന്? മിസ്രൈമിൽ നിന്ന്. എങ്ങോട്ട്? ഉറക്കം പറ. നമ്മൾ ഇന്ന് സാധാരണ ചില ആൾക്കാർ വന്ന് അവരങ്ങോട്ട് ഉറന്ന് നിങ്ങളെ ഇട്ട് ഇളക്കുക. ഇന്ന് നമ്മളെല്ലാം കൂടെ ഒന്നിച്ചാ സൂക്ഷിക്കുന്നത്. എല്ലാം വന്ന് ബഹളം ഉണ്ടാക്കി, അവർ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി, നിങ്ങൾ തുള്ളി ഊപ്പാടും വന്ന് കൊച്ചുങ്ങൾ കിടന്ന് കുഴഞ്ഞ് അവസാനം ഇവിടെ തിരിച്ചിറങ്ങി പോകും, വളരെ ക്ഷീണിച്ചായി പോകുന്നത്. അപ്പൊ ഇന്ന് അത് വേണ്ട. ഇന്ന് നമ്മൾ ശാന്തമായിട്ട് ഞാൻ നിങ്ങളും എല്ലാം കൂടെ ഒന്നിച്ച് ശുശ്രൂഷിക്കുക. പുസ്തകത്തിൽ വാക്യമുണ്ട്, നാ ഒന്നിച്ചവന്റെ നാമത്തെ. അപ്പൊ ഇന്ന് പകൽ അങ്ങനെ. അപ്പോൾ പുറപ്പാട് പുസ്തകം ഇസ്രായേലിന്റെ പുറപ്പാടാ. എവിടുന്ന് പുറപ്പെടുന്നു? മിസ്രൈമിൽ നിന്ന്. എങ്ങോട്ട് പോകുന്നു? കനാനിലേക്ക്. അതാണ് പുറപ്പാട് പുസ്തകം. അതിനാ പേര് പുറപ്പാട്. അടുത്തത് ലേവിയ പുസ്തകമാണ്. ലേവിയ പുസ്തകത്തിന്റെ വിശേഷത, ഈ പുറപ്പെട്ടു വരുന്ന ജനത്തിന് ആരാധനയ്ക്കൊരു ക്രമീകരണം വേണം. എങ്ങനെ ആരാധിക്കണം, ഏത് വിധത്തിൽ ആരാധിക്കണം, ആരെ ആരാധിക്കണം, ആര് ആരാധിക്കണം. അപ്പൊ എന്ന് പറഞ്ഞാൽ ആരാധനയുടെ പ്രമാണമാണ് ലേവ്യ പുസ്തകം. നാടൻ ഭാഷയെ പറഞ്ഞാൽ തോന്നിയെടുത്ത് ആരാധിക്കാനും തോന്നുന്നത് പോലെ ആരാധിക്കാൻ വ്യവസ്ഥയില്ല. ആരാധനയ്ക്ക് അതിന്റെ വ്യവസ്ഥയുണ്ട്. അത് മനസ്സിൽ വെച്ചോണ്ട് തന്നെ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം എന്ന് വായിച്ചു. ഇത് മനസ്സിൽ വെച്ചോണ്ട് എബ്രായർ 9-ന്റെ പ്രാരംഭവാക്യം. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങൾ കേട്ടോ, പ്രയോഗം കണ്ടോ? ആരാധനയ്ക്കുള്ള ചട്ടം. ആരാധനയ്ക്ക് ചട്ടമുണ്ട്. ആരാധനയ്ക്ക് ചാട്ടമല്ല, ഒരു ചെറിയ പശക് വന്ന കണ്ടോ? ആരാധനയ്ക്ക് ചാട്ടമല്ല, ചട്ടം. ചുമ്മാ സ്റ്റേജിൽ കിടന്ന് കുത്തിമറിയുന്നതല്ല ആരാധന. മൈക്കിന്റെ ചാൻഡം തട്ടിയിട്ട് കുടിക്കാൻ വെച്ച വെള്ളവും തട്ടി തൂരെ കളഞ്ഞ് തുള്ളി ബൈബിളിന്റെ പുറത്തും കയറി തുള്ളി ചുമ്മാ നിന്നാ തങ്കയെ തള്ളി താഴെയിട്ട്. നിങ്ങൾ ചിലടത്ത് കണ്ടിട്ടില്ലേ? ഉടനെ 5-6 പേര് കസേര എടുത്തുകൊണ്ട് മാറി കണ്ണിലെ കസേരയുടെ പുറത്ത് കയറത്തുള്ളൂ. നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന കസേരയാ മിക്കടത്തും. അത് തല്ലി പൊട്ടിച്ചാലോ ആത്മാവാന്നും പറഞ്ഞു പാവം പിടിച്ച് അമ്മയുടെ കണ്ണാടി ചവിട്ടി പൊട്ടിച്ചു. അവർക്ക് ആ ഒരു കൊച്ചുങ്ങളോട് എന്ത് പറഞ്ഞ ഒരു കണ്ണാടി നടന്ന സംഭവമായി പറയുന്നത്. സ്തോത്രം. ബൈബിളിന്റെ പുറത്ത് കയറി അങ്ങ് തുള്ളുക. ബൈബിളൊന്നും ആത്മാവ് വരുമ്പോഴാണോ ബൈബിള്? പണ്ട് കരിയമ്പള്ളി ചാക്കോച്ചൻ പറഞ്ഞ പോലെ തുരുതുരുതുരുതുരുത്താ നടി വരുമ്പോഴാ മണ്ഡലം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തുരുതുരുതുരുത്താ നടി വരിക. പുള്ളിക്കും കിട്ടിയ ഒരടി. എന്നിട്ട് അടിയെല്ലാം കൊണ്ടുവച്ച് പിന്നെ പോളക്കകത്ത് നിന്ന് കയറി വന്നപ്പോൾ ആ നാട്ടുകാർ ചോദിച്ചു, ചാക്കോച്ചനും തല്ല് കിട്ടിയോ? മണ്ഡലം പ്രസിഡന്റ് അല്ലേ? പിന്നെ തുരുതുരുതുരുത്തുരാ നടി വരുമ്പോഴാ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞ പോലെ ആത്മാവ് വരുമ്പോഴാ ബൈബിള് എന്ന് പറഞ്ഞ പോലെ ആത്മാവ് വരുമ്പോഴാ ബൈബിള്. ഇത് സുബോധത്തിന്റെ ആത്മാവാ. സ്തോത്രം. അപ്പൊ ആരാധനയ്ക്ക് ചട്ടമുണ്ട്. അതാണ് ലേവ്യ പുസ്തകം. ഇത്ര ഉത്സവങ്ങൾ, ഇത്ര പെരുന്നാളുകൾ, ഇത്ര യാഗങ്ങൾ, ആ യാഗത്തിന്റെ ക്രമമാണ്. അതിന് ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞാൽ ഒന്നാമത്തെ യാഗമാ ഹോമയാഗം. അതിന് ക്രമമുണ്ട്, ഒരു ഓർഡർ. കാണുന്ന ആടിനെയും കാളയും പിടിച്ച് കണ്ടിക്കാനൊക്കത്തില്ല. ക്രമങ്ങളൊന്ന് വായിച്ച് അതൊന്ന് സൂചന തന്നിച്ച് ഇങ്ങോട്ട് പോരാ. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-2 എടുക്കുന്നവർ പെട്ടെന്ന് വായിച്ചു. മോള് തന്നെ വായിക്കണമെന്നില്ല. മോള് എടുക്കുന്നെങ്കിൽ നീ ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടത് എന്തെന്നാൽ
നിങ്ങളിൽ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നു എങ്കിൽ ആ ആ ആ അപ്പോൾ അടുത്ത വാക്യത്തിൽ അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നു എങ്കിൽ, അപ്പൊ പ്രമാണം കണ്ടോ? അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം. അപ്പൊ ഹോമയാഗം കഴിക്കാനായിട്ടുള്ള മൃഗത്തിന്റെ വ്യവസ്ഥ അല്ല കന്നുകാലി. നാടൻ ഭാഷ പറയാം, കാളെ ഹോമയാഗം കഴിക്കണമെങ്കിൽ മനസ്സിലാകാനാ, ചന്തക്കാളനെ കണ്ടിക്കരുത്, കന്നുകാലിയെ കണ്ടിക്കണം. എന്ന് പറഞ്ഞാൽ കന്നുകാലി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്നതാ. ചന്തക്കാളയോ അത് ചന്തയിൽ കിടക്കുന്നതാ. ഈ വീട്ടിൽ വളർത്തുന്നതും ചന്തയിൽ വളരുന്നതും വ്യത്യാസമുണ്ട്. വീട്ടിൽ വളർത്തുന്നതിന് ചിട്ടയുണ്ട്, ഇല്ലേ? ടൗണിൽ ജീവിക്കുന്ന നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളർന്നിട്ടുള്ളവരും ജീവിച്ചിട്ടുള്ളവരും അതിനെപ്പറ്റി അറിവുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം പെട്ടെന്ന് ബോധ്യപ്പെടും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ചെറുപ്പത്തിലും കന്നുകാലി വല്ലതും വളർത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിക്കേ. ഉണ്ടല്ലോ. ഇത്ര മതി, എനിക്ക് തെളിവിന് ഒരാൾ മതിയായിരുന്നു, ഇപ്പൊ 5-6 പേരുണ്ട്. വീട്ടിൽ വളർത്തുന്ന പശുവാന്നേലും ആടാന്നേലും കാളയാന്നേലും പോത്താന്നേലും എരുമയാന്നേലും അതിന് ക്രമമുണ്ട്. ഉദാഹരണം, രാവിലെ വീട്ടുകാരെഴുന്നേക്കും, ഈ കന്നുകാലി എഴുന്നേക്കും. കറവയുള്ള പശുവിനാണ് അതിന് കൂടുമെല്ലാം കഴുകി അകിടുമെല്ലാം കഴുകി പാല് കറന്നെടുക്കും, സമയത്ത് വെള്ളം കൊടുക്കും, കാടി കൊടുക്കും, തീറ്റ കൊടുക്കും, എല്ലാം ടൈമാ. കുളിപ്പിക്കും, അഴിച്ചു കെട്ടും, പറമ്പുണ്ടെങ്കിൽ അങ്ങോട്ട് അഴിച്ചു കെട്ടും. ഇനി കണ്ടത്തിൽ കുറ്റിയടിച്ച് പോച്ചയുള്ളിടത്ത് നിന്ന് കണ്ടത്തിലോട്ട് ചെന്ന് അഴിച്ചു വിട്ട് സൂക്ഷാക്കാന്നാല് നമ്മുടെ കൂട്ടിൽ വന്ന് കയറും. കണ്ടത്തിൽ നിന്ന് അഴിച്ചു വിട്ട സൂക്ഷ അത് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയല്ല, ചാലക്കമ്പോളത്തിലോട്ടും പോവുകയല്ല, സൂക്ഷ നമ്മുടെ വീട്ടിലെ കൂട്ടി വന്ന് കയറും. മനസ്സിലായോ? ആ ഉടയവൻ അല്ലെ അമ്മ അതിൽ എങ്ങാനും നടന്ന ഉടനെ തലമുക്ക് ഒന്ന് കരയും. ഇപ്പൊ ചില അമ്മമാര് വരുന്നടി അവിടെ നിൽക്കി ഇണങ്ങിയ നിൽക്കുന്നുണ്ട്. അതാ കന്നുകാലിയുടെ വിശേഷം. എന്നാ ചന്തക്കാളെ അങ്ങനല്ല. കാണുന്നിടത്ത് കിടക്കുക, കിട്ടുന്നത് തിന്നുക, ഇഷ്ടമുള്ളിടത്തെല്ലാം അപ്പിയിടുക. മീൻ മേടിക്കാൻ അമ്മ മീന്റെ വില പറഞ്ഞപ്പോ അമ്മയുടെ തുണി കവണി ഇതിന്റെ വായിക്കകത്ത് തല അറിഞ്ഞില്ല, തള്ള ബാർഗൻ ചെയ്തപ്പോ കവണി അത് പ്ലാസ്റ്റിക് കൂടും തിന്നും, ബേസ് ബോർഡും തിന്നും, പഴുത്തൊലിയും തിന്നും. മനസ്സിലാകുന്നുണ്ടോ? അതിന് ക്രമമൊന്നുമില്ല. ഇന്ന് ഈ കടത്തണ്ടല്ല കിടന്നെങ്കിൽ നാളെ അപ്പുറത്തെ കടത്തണ്ടേ. അത് കഴിയുമ്പോൾ നമ്മളാണ്ട് പിന്നെ ട്രാഫിക്കിന്റെ മൂല കിടക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേന്ന് ചെന്നപ്പോ കേശവദാസത്തെ ടേണിങ് ഉള്ളൂരിന് തിരിക്കുന്നിടത്ത് വീട്ടിൽ വളർത്തുന്ന അങ്ങനെയാണോ? അല്ല. അപ്പോൾ ഹോമയാഗത്തിന് പ്രമാണം വെച്ചപ്പോൾ കന്നുകാലികളിൽ നിന്നൊന്നിനെ വേണം യാഗം കഴിക്കാൻ. ഇതിന്റെ ആത്മീക പാഠം ഇത്രയേ ഉള്ളൂ. ആരാധന സഭാഗോളിലല്ല വെളിപ്പെടേണ്ടത്, ആദ്യം വീട്ടിൽ വെളിപ്പെടണം. മനസ്സിലാകുന്നുണ്ടോ? സഭാഗോളി വരുമ്പോ ആരാധിക്കണം, പാടണം, പ്രാർത്ഥിക്കണം, നൃത്തം ചെയ്തോണം. പക്ഷെ ആദ്യം ആരാധന വെളിപ്പെടേണ്ടത് വീട്ടില.
ഇത് വീട്ടിൽ പാട്ടുമില്ല, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ഒന്നുമില്ല. സഭാകോളി വന്നു കഴിയുമ്പോൾ മൈക്കിന്റെ ഓടിയം കൂട്ടി അടിച്ച് പെരുക്കി നിർത്തുകയില്ല, നിയന്ത്രണവും ഇല്ല. നമ്മൾ പറഞ്ഞ ഭയങ്കര സാന്നിധ്യമായിരുന്നു. ചില പറഞ്ഞത് എന്തെന്നില്ലാത്ത ഒരു സാന്നിധ്യം പുസ്തകത്തിലില്ല. ഇതിനകത്തുള്ളതെല്ലാം എന്തെന്നുള്ളതാ. എന്തെന്നില്ലാത്ത ചില പറയത്തില്ലേ, ദൈവാത്മാവ് ഏതാണ്ടല്ല, അതിനെ ബോധക്കേടുള്ള ആത്മാവാണോ? ദൈവാത്മാവ് ചെയ്യുന്നതെല്ലാം ദൈവാത്മാവിന് നല്ല ഉത്തരവാദിത്വമുണ്ട്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? മിക്കവാറും റോയ് പാസ് നമ്മളല്ലേ, റോയ് ബ്ലസ്സിങ്. പാലത്തെ കഴിഞ്ഞ വൈകിട്ടത്തെ നമുക്ക് തീരുമാനിക്കാം. നോക്കട്ടെ. സ്തോത്രം. ദൈവത്തിന് മകൾ ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിച്ച ആളാരാന്ന് എനിക്ക് വെടികിട്ടില്ല, അതുകൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ആരാധന ആദ്യം വെളിപ്പെടേണ്ടത് വീട്ടിലാണ്. ഭാര്യയും ഭർത്താവും മക്കളും അപ്പനോ അമ്മയോ ഉണ്ടെങ്കിൽ അവരും വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവരെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് ആദ്യം വീട്ടിൽ ആരാധന വെളിപ്പെടണം. വീട്ടിൽ ആരാധിച്ച് ബലപ്പെടുന്നവർ സഭയെ വന്നാലും ആരാധിക്കും. ഈ വീട്ടിൽ പ്രാർത്ഥിക്കുന്നവർ സഭയെ വന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ചുരുക്കമായിട്ട് പരിജ്ഞാനത്തോടെ പ്രാർത്ഥിക്കും. വീട്ടിൽ പ്രാർത്ഥിക്കാത്തവരാ സഭയെ പ്രാർത്ഥിക്കാൻ കൊടുക്കുമ്പോൾ യാതൊരു ഗത്യന്തരവും ഇല്ലാതെ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അതെ, വിട്ടേക്കാം. നിങ്ങൾ മുഖമെല്ലാം വല്ലാതാകുന്നു ചിലരുടെ, വെറുതെ എന്തിനാ ആരോഗ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ലേവ്യ പുസ്തകത്തിന്റെ പ്രത്യേകത ആരാധനയുടെ ക്രമങ്ങളാണ്. ആരെ ആരാധിക്കണം? ഒറ്റവാക്കി പറയാം, യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. മനുഷ്യനെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, നക്ഷത്രങ്ങളെ ആരാധിക്കരുത്, കോഴിയും പട്ടിയും പൂച്ചയും പ്രാവിനെയും പരുന്തിനെയും പാമ്പിനെയും ഒന്നിനെ ആരാധിക്കരുത്, ഒരു വിഗ്രഹത്തെ ആരാധിക്കരുത്, സ്തംഭത്തെയും സ്തൂപത്തെയും വിഗ്രഹത്തെയും ഒന്നും ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം തമ്പുരാനാണ്. സ്തോത്രം. നമ്മൾ ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? വ്യവസ്ഥയിൽ നിൽക്കുന്നവർ ആരാധിക്കണം. സ്തോത്രം. അതെ. അപ്പൊ ലേവ്യ പുസ്തകം ആരാധനയുടെ ക്രമങ്ങളാണ്. അടുത്തത് സംഖ്യാപുസ്തകമാണ്. സംഖ്യാപുസ്തകം പേര് കേൾക്കുമ്പോൾ അറിയാം, കണക്കെടുക്കുന്ന പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ ഈ ആരാധിക്കുന്ന വ്യവസ്ഥ പ്രകാരം ആരാധിക്കുന്നവരെല്ലാം ദൈവം എണ്ണി വെച്ചിരിക്കുക. മനസ്സിലായോ? ദൈവം പറഞ്ഞ വ്യവസ്ഥ പ്രകാരം ആരാധിക്കുന്നവരെ ദൈവം എണ്ണി വെച്ചിരിക്കുക. നമ്മളെ മാത്രമല്ല എണ്ണിയിരിക്കുന്നത്, പുസ്തകം പഠിപ്പിക്കുന്ന നിന്റെ തലമുടി പോലും എണ്ണി വെച്ചിരിക്കുക. തലയിലെ മൂടികളുമെല്ലാം നിർണയമവനെണ്ണി അറിയുന്നു. അമ്മയൻ തലയിൽ മൂടികളുമെല്ലാം നിർണയമവൻ നീ അറിയുന്നു. ഒന്നതിൻ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായുള്ളൂ. അറിഞ്ഞേ സാധ്യമായിടൂ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനെന്നും മോദമാ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പോൾ സംഖ്യാപുസ്തകം എണ്ണമെടുക്കുന്ന പുസ്തകമാണ്. 2 സ്ഥലത്ത് വെച്ച് വരെ എണ്ണി തിട്ടപ്പെടുത്തി. അത് സംഖ്യാപുസ്തകം 26-ാം അധ്യായത്തിന്റെ 63-64 വാക്യത്തിൽ കിടപ്പുണ്ടല്ല, കണ്ണിക തീരുന്നതിന്റെ നേരെ മേളില്. യെരിഹോവിന്റെ സമീപത്ത്
യെരിഹോവിന് സമീപത്ത് യോർദാനിരിക്കെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയ്ക്കും പുരോഹിതനാകുന്ന എലയാസർ എണ്ണിയവർ ഇവർ തന്നെ. എന്നാൽ വായിച്ചോ. എന്നാൽ മോശയും അഹരോൻ പുരോഹിതന് സീനായി മരുഭൂമിയിൽ വെച്ച് എണ്ണിയപ്പോൾ അവരെണ്ണിയവരിൽ ഒറ്റ എടുത്തിന് ഇവരുടെ കൂട്ടത്തിൽ ഇവരെണ്ണിയപ്പോ ഇല്ലായിരുന്നു. അപ്പൊ രണ്ട് സ്ഥലത്ത് വെച്ച് ഇവരെ എണ്ണി. അതാണ് സംഖ്യാപുസ്തകം. എണ്ണി തിട്ടമെടുത്തു. ഒരു ഗോത്രത്തിൽ ഇത്ര കുടുംബം, ഇന്ന ഗോത്രത്തിൽ ഇത്ര കുടുംബം, ടോട്ടൽ ഇത്ര, പട്ടത് ഇത്ര, നിലനിൽക്കുന്നത് ഇത്ര, ഇതൊക്കെ എണ്ണി തിട്ടമെടുക്കുക, കണക്ക്. അതാണ് സംഖ്യാപുസ്തകം. ഇനി ആവർത്തന പുസ്തകം. പേര് കേൾക്കുമ്പോഴറിയാം ആവർത്തനം. പുതിയ കാര്യമൊന്നുമില്ല, പഴയ കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുക. അത് ദൈവമക്കള് ഓർത്തിരിക്കുന്നത് നല്ലതാ. പഴയ കാര്യമൊക്കെ ഒന്ന് ഓർക്കണം. പണ്ട് പാപം ചെയ്തൊന്നുമല്ല, എല്ലാം കൂടെ ലോകത്തിന് ഓർത്തുകൊണ്ടിരിക്കരുത്. പോയതും ഓടിയതും ഒന്നും ദൈവം നിന്നെ നടത്തിയ വിധമല്ല, ഒന്ന് ഓർക്കണം. പാപത്തിന്റെ പടുകുടിയിൽ വീണ് എല്ലാവരാലും തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് നിരാശപരിതരായി നെട്ടോട്ടം മൂടി ജീവിതം ഒടുക്കാമെന്ന് ചിന്തിച്ചിരുന്നപ്പോൾ ആ യേശുവിന്റെ സ്നേഹം തേടി വന്നത്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ആത്മഹത്യയുടെ വാക്കിൽ നീ ചെന്നതാ, അന്നേരം ആ ലഘുലേഖ കിട്ടിയത് യേശു നിന്നെ തൊട്ടു. അത് ഓർക്കണം. കഷ്ടതയും ദാരിദ്ര്യവും പട്ടിണിയും പരിതാപവും പൈതാഹവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ചു. അതിൽ നിന്നെല്ലാം ദൈവം നിന്നെ രക്ഷിച്ചു. അപ്പൊ ഇതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതിനായി ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകത്തിലെ പ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇസ്രായേലെ കേൾക്കുക, ഇസ്രായേലെ ഓർക്കുക, ഇസ്രായേലെ മറക്കരുത്, ഇസ്രായേലെ ചെവി ചായ്ക്ക, ഇസ്രായേലെ ശ്രദ്ധ വെച്ച് കേൾക്കുക. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ആവർത്തന പുസ്തകത്തിൽ. ദൈവം നടത്തിയ വിധങ്ങളൊന്നും മറക്കരുത്. ഓർത്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോ. ദൈവത്തിന് മഹത്വം. ആട്ടെ, അപ്പൊ പഞ്ചഗ്രന്ഥത്തിന്റെ ഒരു ചെറിയ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞതുള്ള, കാരണം ഇതിനെ പറ്റി ഒരു ചെറിയ ധാരണ നിങ്ങൾക്കുണ്ട്. ഇല്ലാത്ത ആരെങ്കിലും ഉണ്ട് അവരുടെ അറിവിന്. നമ്മൾ ഈ പകലെ സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ് വായിച്ചത്. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇസ്രായേൽ മക്കളും ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ട് ഇവര് യാത്ര ചെയ്തിങ്ങനെ വരികയാണ്. ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച് 10 ഇടങ്ങളിൽ വെച്ച് പിറുപിറുത്ത് 12 ഇടങ്ങളിൽ വെച്ച് അതിൻ്റെ ശിക്ഷകൾ നടത്തി. എണ്ണി തിട്ടമെടുത്തത് 2 പേര് ഒഴികെ. ശിഷ്ടമുള്ളവർ പട്ടുപോകുകയും ശേഷമുള്ളവർ കനാനിലേക്ക് പ്രവേശിച്ച ഭാഗങ്ങളാണ്. ശേഷമുള്ളവർ കനാനിലേക്ക് പ്രവേശിച്ച ഭാഗങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഇവർ യാത്ര ചെയ്ത് ഈ മോവാബ് സമഭൂമിയിൽ വന്ന് പാളയമടങ്ങി. മോവാബ് സമഭൂമി, ഇസ്രായേൽ. കൃത്യമായിട്ട് ഒരു കണക്ക് ആർക്കും പറയാനൊക്കത്തില്ല. ഇത്ര ആൾക്കാരുണ്ടായിരുന്നു. 25 ലക്ഷം എന്ന് ചെല്ല് പറയുന്നു, 30 ലക്ഷം എന്ന് പറയുന്നു, അല്ല 30-ൽ കൂടുതലുണ്ടെന്ന് പറയുന്നു, 20 ലക്ഷം ജനമെന്ന് പറയുന്നു. ഈ പിള്ളേരെയും കൊച്ചുങ്ങളെയും ഭാര്യമാരെയും എല്ലാത്തിനും കൂടെ കൂട്ടിയ 20-30 ഒന്നും അല്ല. പിന്നെ പാട്ടുകാരൻ പണ്ട് പാടിയപ്പോ ഒരു പ്രയോഗമുണ്ട്, നിങ്ങൾക്ക് അറിയാം. 600,000 ആയോരു കൂട്ടത്തെ ചിറകിൽ വാഗിച്ചവൻ കൂടെയുണ്ട്. 600,000 ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. അപ്പോൾ 600,000 6 ലക്ഷം. അല്ലാ സംഖ്യാപുസ്തകത്തിലെ കുടുംബത്തിന്റെ കണക്കെടുത്തപ്പോൾ വന്ന കണക്കാ. എന്നാൽ അതിലൊക്കെ കൂടുതലാ ജനം, ലക്ഷക്കണക്കിന് ജനം. അപ്പോൾ ഇവര് വന്ന് മോവാബ് സമഭൂമിയിൽ വന്ന് പാളയമടിച്ചു. ഇവരിങ്ങനെ പാളയമടിച്ചപ്പോൾ ആ നാട്ടിലെ രാജാവാകുന്ന ബാരാക്ക് ഇസ്രായേൽ മക്കളുടെ പാർപ്പും പാർപ്പിടവും ഇവരുടെ പോക്കും
ആ രീതിയും കണ്ട് ഭയപ്പെട്ടു. ജാതിക രാജാവ് ഭയപ്പെട്ടു. ഭയപ്പെട്ടതിന് ശേഷം പറയുന്ന പ്രയോഗം അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചേ, 22-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ വായിച്ചാട്ടെ. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന്റെ സമീപത്ത് യോർദാൻ അക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. അപ്പൊ യെരിഹോവിന് സമീപത്ത് യോർദാൻ അക്കരെ മോവാബ് സമഭൂമിയിൽ ഇവർ വന്ന് പാളയമിറങ്ങി. അടുത്തത്, ഇസ്രായേൽ അമോര്യരോട് ചെയ്തതൊക്കെയും സിപ്പോരിന്റെ മകനായ ബാലാക്ക് അറിഞ്ഞു. ജനം വളരെയായിരുന്നത് കൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ഭയപ്പെടാൻ രണ്ട് കാര്യമാണ്. ഒന്ന്, അമോര്യരോട് ചെയ്തതല്ല ഇവൻ അറിഞ്ഞു. സ്തോത്രം. അമോര്യരോട് ചെയ്തതല്ല അറിഞ്ഞു. അതുവായി അമോര്യരോട് ചെയ്തത് അത് ഞാൻ പിന്നെ പറയാം, അവിടെ ഉണ്ട്, ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. രണ്ട്, ജനം വളരെയാ പേടിച്ചു. ഈ പെന്തിക്കോസുകാരെ മറ്റുള്ളവര് എല്ലാരും വീടുകൾ കയറ്റുകയോ നമ്മളോട് സംസാരിക്കാൻ മുതിരുകയോ നമ്മളുമായി സഹകരിക്കുകയോ ചെയ്യാറില്ല മിക്കവരും. അത് എന്റെ ഭാഷ പറഞ്ഞാൽ നമ്മളെ വെറുപ്പുണ്ടായിട്ടല്ല, പേടിയുണ്ടായിട്ട്. പേടിയാ. അവർക്കറിയാം നമ്മളൊരു വീട്ടിലോ നാട്ടിലോ ചെന്നാൽ സൂക്ഷം 10 പേര് നമ്മുടെ കൂടെ കൂടും. അതിന്റെ കാരണം പറയാം, നമ്മൾ ഗുണദോഷമായി പറഞ്ഞു കൊടുക്കുന്നത്. അല്ല, അവന്റെ പെടലി കണ്ടിച്ചുകൊണ്ട് വാടാ ഞാൻ നിന്നിൽ സംപ്രീതനാകും, അങ്ങനൊന്നും അല്ല പറഞ്ഞു കൊടുക്കുന്നത്. ശത്രു സംഹാര അങ്ങനൊന്നുമല്ല. ബാക്കി നിങ്ങളൊക്കെ പൂരിപ്പിച്ചോണം. ശത്രു സംഹാര യേശു വടിവാളം പിടിച്ചോണ്ടാണ് നിൽക്കുന്നേ. യേശുവിന്റെ കൈ വലിയ കുന്തവരിക്കാന്നോ? അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കണം. ഈ കണ്ണെ തടിച്ചാൽ ഇപ്പുറം കൂടെ കാണിച്ചു കൊടുത്തേക്കണം. ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാൻ കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. മനസ്സിലായോ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. സഹോദരങ്ങളെ സ്നേഹിക്കണം. സഹജീവികളോട് സഹാനുഭൂതി ഉണ്ടായിരിക്കണം. ഞാനിതൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ എന്നാ പറയുന്ന നിലക്കത്തില്ല, നിങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. തന്നെയല്ല, മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അല്ല നീട്ടി അങ്ങ് ചൊല്ലി ആർക്കും ഒന്നും പിടികിട്ടാതെ പോവല്ല. മനസ്സിലാകുന്നുണ്ടോ? കടിച്ചാ പൊട്ടാത്ത വാചകം എല്ലാം പറഞ്ഞ് എന്തുവാണോ പറഞ്ഞ എന്നതാണ് എന്തേലും ആട്ടെ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലല്ലേ. അപ്പൊ ഞാൻ വളരെ ശാന്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? പറ, അതറിഞ്ഞാൽ മതി. അല്ലാതെ ഏവമുക്തം കൃഷികേശം കൂടാകേശേന ഭാരതാതിഭൂതഞ്ചക്കിം പ്രോക്ത അതിദൈവം കിമുച്ഛതേ. ഇച്ചിരി ഇളക്കം ഉണ്ടെന്നാ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത് അവർക്കും അറിയാം. ഇങ്ങനെ ശാന്തമായിട്ട് മനസ്സിലാകുന്ന രീതി പറഞ്ഞു കൊടുത്താൽ ആൾക്കാർക്ക് വിവരം ഉണ്ടാകും. വിവരം ഉണ്ടായാൽ ആൾക്കാർ അറിഞ്ഞ വിവരത്തിനനുസരിച്ച് ജീവിക്കും. അതിനാ നമ്മളെ എങ്ങും കായ്ക്ക് തൊടിയിക്കാത്ത. നമ്മളൊരു സ്ഥലത്ത് നിന്ന് റൂം വാടകയ്ക്ക് ചോദിക്കുക, നിങ്ങൾ ബെന്തിക്കോസാണോ? അതെ.
എവിടെ ഇരുന്ന് താമസിക്കാൻ നമ്മൾ ചില 10 സെന്റ് സ്ഥലം മേടിച്ച് അവിടെ അപ്പുറത്തുകാരും നോക്കും. പെന്തിക്കോസാണെന്ന് തോന്നുന്നു, ആണോ? പിന്നെ തള്ളയുടെ കഴുത്തേലും കാതേലും ഒന്നും. അപ്പൊ പിന്നെ അതൊക്കെ മാറി. ഇപ്പം നമ്മളെ കാണുമ്പോഴാ അവര് ചോദിക്കുന്നത് ഇതെവിടുന്ന് മേടിച്ചാന്ന്. നേരെ തിരിഞ്ഞ് നമ്മൾ പറയാം ആലിക്കാസിൽ നിന്ന്. നല്ല ഇണങ്ങുന്നുണ്ട് കേട്ടോ. എന്നാൾ ഒരാൾ പറഞ്ഞ ആലിക്കാസ് പെന്തിക്കോസ്. സ്തോത്രം. അപ്പൊ ഈ പലയിടത്തും നമ്മളെ കയറ്റാത്തതും അടുപ്പിക്കാത്തത് നമ്മളെ വെറുത്തിട്ടല്ല, പേടിയാ. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് അവർക്കറിയാം. നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, യേശുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമമുള്ള യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറും, രോഗികൾ സൗഖ്യമാകും, മുടന്തര് ചാടി നടക്കും, ഊമർ സംസാരിക്കും, ചെകിടർക്ക് കേൾവി ഉണ്ടാകും. യേശുവിന്റെ നാമം അത്ഭുത നാമമാണ്. നമ്മുടെ കഴിവല്ല, നാം പറയുന്ന നാമം എല്ലാ നാമത്തിലും മേലായ നാമമാണ്. അല്ലാതെ ഭൂതം കയറിയിരിക്കുന്ന ആടെ തലയെ കൈവച്ച് പറയാ സ്വന്തം അപ്പച്ചന്റെ നാമത്തിൽ ഇറങ്ങാൻ. ഏലപ്പച്ചനാടാ? അപ്പച്ചന്റെ നാമം പറഞ്ഞ വ്യായി പോവൂ. ഉപ്പാപ്പന്റെ നാമത്തിൽ ഇറങ്ങണ, നല്ല തേമ്പ് കിട്ടും. 5-6 പേര് ഭൂതത്തെ ഇറക്കാൻ പോയി അവസാനം ചാടി ദേഹത്തോട്ട് വീണ് ഉടുതുണിയില്ലാതെ ഓടിയത്. നിങ്ങൾക്ക് പുസ്തകത്തിൽ വാക്യം അറിയാം. സ്കേവായുടെ നാം പറയുന്ന നാമം യേശുവിന്റെ നാമമാണ്. സ്തോത്രം. വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത്. വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത്. സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത്. ഭയം മുറ്റുമകറ്റിടും നാമമത്. ഭയം മുറ്റുമകറ്റിടും നാമമത്. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. എല്ലാ നാമത്തിലും മേലായ നാമമാണ്. അപ്പൊ ഈ മോവാബ് രാജാവ് ഭയപ്പെടാൻ കാര്യം 2 കാര്യമാണ്. ഒന്ന്, അമോര്യരോട് ചെയ്തതെല്ലാം ഇവൻ അറിഞ്ഞു. നാട്ടുകാർക്ക് അറിയാം നമ്മൾ പ്രാർത്ഥിച്ച രോഗശാന്തി ഉണ്ടാവുക. നമ്മൾ യോഗം വെച്ചാൽ 10 പേര് കൂടുവെന്നും 2 പേര് കൈ ഉയർത്തി യേശുവിന്റെ രക്ഷിതാവായി അറിയാം. ഞാൻ പേടിച്ചാ. ഞാൻ പറയാനുണ്ട്, എന്തിനീ അവിടെ കൊണ്ടാ? നിങ്ങളും അങ്ങ് യോഗം വെക്കും. എന്നിട്ട് അപ്പച്ചന്റെ നാമം പറ. ആരെങ്കിലും കൈ വെക്കുന്നേ? ഉടക്കേണ്ട കാര്യമുണ്ട്. ഇല്ലേ? അയ്യോ, ഞങ്ങളും വരാം. അങ്ങനെ പോകുന്നതന്നെ. ഇവിടെ തുമ്മിയാ തെറിക്കുന്ന മൂക്കാന്നെ പോട്ടെ, എന്തിനാ വെച്ചോണ്ടിരിക്കുന്നേ? സ്തോത്രം. അപ്പൊ 2 കാര്യത്താൽ ഭയപ്പെട്ടു. ഒന്ന്,
അമോര്യരോട് ചെയ്തതല്ല ഇവൻ അറിഞ്ഞു. 2, ജനം വളരെയാ. ഇത് ഈ 2 കാരണത്താൽ ഭയപ്പെട്ടിട്ട് അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. വായിച്ചേ മോളെ. ഇസ്രായേൽ മക്കളെ കുറിച്ച് മോവാബ് പരിഭ്രമിച്ചു. മോവാബ് മിദ്യാന്യ മൂപ്പന്മാരോട് കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ. നന്നായിട്ട് വായിക്കണം, തെറ്റുന്നൊന്നുമില്ല. കൃത്യമായിട്ടാ വായിക്കുന്നെങ്കിലും സെന്റൻസ് പൂർത്തീകരിച്ച് വായിക്കണം. തെറ്റുന്നൊന്നുമില്ല, കൃത്യമായിട്ടാ വായിക്കുന്നത്. പക്ഷെ അതിനുണ്ട്. ഒന്നുകൂടെ വായിച്ച് ഞാൻ പറയാം. മോവാബ് മിദ്യാന്യ മൂപ്പന്മാരോട് കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് അങ്ങനെ വായിക്കരുത്. കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ. അങ്ങനെ കൊണ്ട് വായിച്ചേ. കാള വയലിലെ പുല്ല് കാളയെന്ന് വായിച്ചേച്ച് ഇച്ചിരി സമയം കളയണ്ട. കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ. അങ്ങനെ വായിച്ചേ. വായിക്കും. കാള വയലിലെ പുല്ല് നക്കിക്കളയും. എന്നെ നോക്കരുത്, ഞാനല്ലല്ലോ കാള. അങ്ങോട്ട് നോക്കി വായിക്കേ. ഒന്നുകൂടെ വായിച്ചേ. മോള് വായിച്ചോ? മോള് തന്നെ വായിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ. അങ്ങനെ ഇപ്പൊ കൃത്യമായല്ലോ. അപ്പൊ അങ്ങനെ വായിച്ചു പഠിച്ചോണം. തെറ്റുന്നൊന്നുമില്ല, പെട്ടെന്ന് വായിക്കുന്നുണ്ട്. കൃത്യമായിട്ടാ വായിക്കുന്നത്, അക്ഷരത്തെറ്റൊന്നുമില്ല. പക്ഷെ വായിക്കുമ്പോ അതിന്റെ ഓർഡർ. വായിച്ചു. ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയുമെന്ന് പറഞ്ഞു. അപ്പൊ വായിക്കാൻ അറിയാൻ മേലായിട്ടല്ലോ, നന്നായിട്ട് വായിക്കാൻ അറിയാം. നല്ലതുപോലെ അറിയാം. സ്തോത്രം. അപ്പൊ ഈ മോവാബ് ഏറ്റവും ഭയപ്പെട്ട് പേടിച്ചു, പരിഭ്രമിച്ചിട്ട് ഇവൻ മിദ്യാന്യ മൂപ്പന്മാരോട് പറഞ്ഞു, അയ്യോ, കാള വയലിലെ പുല്ല് നാക്കിക്കളയുന്നത് പോലെ ഈ ജാതി നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനെയും പേടിച്ചു. ഭയപ്പെടുക, അതല്ലേ നമ്മളെ എങ്ങും അടുപ്പിക്കാത്ത. നമ്മൾ സാങ്ഷൻ ചെന്ന പെട്ടെന്ന് മറ്റവർക്ക് പെട്ടെന്ന് അവർക്ക് സാങ്ഷൻ ഉണ്ടോന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ തമാശ പറഞ്ഞതല്ല. അല്ല, അധികാരികൾ എന്തോ അങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ കൺവെൻഷന് സാങ്ഷൻ ചെയ്യുന്ന പറഞ്ഞ 9 ആകുമ്പം നിർത്തിക്കോണം. അവരാണ്ട് 11:30 ആകുമ്പോഴും അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളിപ്പോ തമ്പേറടിച്ച് റോഡിൽ കൂടെ തമ്പേറടിച്ച് സ്നാനത്തിന് പോവുക. ആരും അങ്ങനെ ഇപ്പൊ പോകുന്നില്ല, എല്ലാം രഹസ്യ സ്നാനങ്ങളാ. ഇപ്പൊ എല്ലാം അങ്ങനെ രഹസ്യ സ്നാനമായി ഇപ്പൊ നടക്കുന്നതല്ല. അത് മറ്റുള്ളവര് അവരുടെ ചില ചടങ്ങ് കഴിഞ്ഞ് റോഡ് നിറഞ്ഞായിരുന്നു പോകുന്നത്. ചിലർ എടുത്തോണ്ട് പോകും, ചിലർ നടന്നുകൊണ്ട് പോകും, ചിലര് ആനപ്പുറത്ത് കൊണ്ടുപോകും. റോഡ് നിറച്ച നമുക്ക് പോലീസ് അധികാരി നമ്മൾ പറയും, ഇതിലേ പോകാനൊക്കെ അതിലെ വഴി പിടിച്ചു അതിലേ പോകും. നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മളെങ്ങാനും ഒരു തമ്പേറടിച്ച സൈഡിൽ കൂടെ പോയാലോ? കൊടുങ്ങല്ലൂര് പറയുന്ന ഭാഷയാണ് നമ്മളെ. ഈ വെള്ളം കൂടാന്നെ പിന്നെ പറയാൻ വേണ്ട. ഞാനത് നിഷ്പക്ഷമായിട്ടായി പറയാം. നിങ്ങൾ ചിന്തിച്ച്, നമ്മളും ഈ രാജ്യത്താ ജീവിക്കുന്നത്, നമുക്കും പാസ്പോർട്ടുണ്ട്, റേഷൻ കാർഡില്ലേ? പുള്ളിക്കാരുടെ പേരിലായിരിക്കും, എന്നാലില്ലേ? പിന്നെ അയ്യോ, ഇപ്പൊ പെണ്ണുങ്ങളുടെ പേരില്ല റേഷൻ കാർഡ്. കഞ്ഞി കുടിക്കണമെങ്കിൽ അതുങ്ങൾ കുഞ്ഞുഞ്ഞമ്മേ അങ്ങനത്തെ കാര്യം ഒന്നും മിണ്ടാനൊക്കത്തില്ല. അരിച്ചങ്കറിയ തള്ള റേഷൻ കാർഡുമായിട്ട് പോകും. റേഷൻ പോലും കിട്ടാതെ നീ പതറണ്ട, ദൈവം നിന്നെ വിളിച്ചല്ലോ, അതുകൊണ്ട് സമാധാനപ്പെട്ടാ. വല്ലാത്ത കാലമാണ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അല്ല, നിയമം എല്ലാവർക്കും ബാധകമല്ലേ? നമ്മൾ നമ്മുടെ കൺവെൻഷന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഒട്ടിക്കാനോ ഒരു നോട്ടീസ് ബാനർ കെട്ടാനോ ആ റോഡ് സൈഡിൽ ഒന്ന് കുഴിയെടുത്തേ, നമ്മൾ എടുക്കത്തില്ല, അത് വേറെ വിഷയം. അതേസമയം അവര് നെടുനീള റോഡിൽ കൂടെ അങ്ങ് കുടിക്കുക സൈഡില്. നിങ്ങൾ ചിന്തിച്ചേ, ആർക്കും ഒരു പ്രശ്നവും ഇല്ലെന്ന്. നമ്മൾ ആ ഒരു പരസ്യം നടത്താൻ ഒരു കടയുടെ സൈഡിലോ തിണ്ണയിലോ എവിടെയെങ്കിലും ഒരു ഡെസ്ക് വലിച്ചിട്ട് ഒരു വെള്ള തുണിയും വിരിച്ച് ഒരു മൈക്കിന്റെ സ്റ്റാൻഡും കൊണ്ടുവച്ചു, നമുക്കൊരു സ്റ്റാൻഡേ ഉള്ളൂ. നമ്മളുടനെ പ്രൈസ് ദി ലോർഡ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ 1-2 പേര് മുണ്ട് മടക്കി കൊത്തി. ഒരുത്തനൊരു കായുമുണ്ട്, ഒരുത്തനൊരു മഞ്ഞമുണ്ട്, ഒരുത്തനൊരു വെള്ളമുണ്ടും, ഒരുത്തനൊരു റോസുമുണ്ട്, ഒരുത്തനൊരു
ഞാൻ തമാശ പറഞ്ഞല്ല. നമ്മൾ കാലം തികഞ്ഞു. എന്തോ തികഞ്ഞു? പോ വേണ്ട വേണ്ട വേണ്ട, ഞാൻ തമാശ പറഞ്ഞതല്ല. ഇവിടെ വേണ്ട വേണ്ട, ഈ പരിപ്പ് ഈ കാലത്തിനകത്ത് പോ. അതേസമയം നമ്മളെ ചില റോഡിൽ കൂടെ പോകുമ്പോ റോഡിന്റെ നടുക്കാ വിളക്ക് കത്തിച്ച് വെച്ചേക്കുന്നത്. ചെറിയ വിളക്ക് മുതൽ ഇങ്ങനെ കത്തിച്ച് വെച്ചിരിക്കുക. നമുക്ക് ആ ഏരിയ കൂടെ. ഞാൻ തമാശ പറഞ്ഞതല്ല. നിങ്ങൾ കേരളത്തിലല്ലേ ജീവിക്കുന്നേ? നിങ്ങൾ കേരളത്തിലല്ലേ ജീവിക്കുന്നേ? അതോ ജപ്പാനിൽ നിന്ന് വന്നാന്നോ ഇന്ന് യോഗത്തിന്? ഇരിപ്പ് കണ്ടിട്ട് ഞങ്ങളെല്ലാം ഞാൻ ജപ്പാനിൽ നിന്ന്. അപ്പൊ ഇതിന്റെ എല്ലാം മൂല കാരണം ഭയമാ. ദൈവമക്കളെ, ഭയമാ. നീ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. നീ ആരാധിച്ചാൽ ബന്ധനമടിക്കും. നീ സ്തോത്രം ചെയ്താൽ കെട്ടുപൊട്ടും. നീ ആത്മാവിൽ ബലപ്പെട്ട സകല പോരുകടമേ ജയമുണ്ടെന്ന്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മള് സാങ്ഷനിങ് എന്നാ